ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ഉണ്ടാക്കിയത് ഗുലാബ് ജാമുൻ എന്തുകൊണ്ടറിയോ, സാധാരണ എല്ലാവരും ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക, പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് റവ കൊണ്ടാണ് കേട്ടോ. റവ കൊണ്ട് അടിപൊളിയായിട്ട് വരും. ഞാൻ കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. റോസ്റ്റഡ് റവയാണ് കേട്ടോ എടുത്തത്. റോസ്റ്റഡ് റവ എടുത്തതിന് ശേഷം വേണം നെയ്യിലിട്ട് വഴറ്റണം. വഴറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറക്കണം എന്നില്ല, പക്ഷേ ഞാൻ വറുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യം വേണമെങ്കിൽ വറുത്താൽ മതി കേട്ടോ. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് അതിലേക്ക് ഒഴിക്കാം. പാല് അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പാല് ചെറുതായിട്ട് അടുപ്പിൻ്റെ മുകളിലൊക്കെ തൂത്തുണ്ട്. അതെൻ്റെ ചേച്ചിയാണ് ഒഴിച്ചു തന്നത്. അതിനെ കൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം അതിങ്ങനെ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കില്ല, അതുപോലെ ആക്കിയെടുത്തിട്ട് നന്നായിട്ട് ഉണ്ടയാക്കി മാറ്റി വെക്കുക. ഉണ്ട പെർഫെക്റ്റ് ആണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ അതിങ്ങനെ ഇതും കൂടി, വെളിച്ചെണ്ണയല്ല ഓയിലിലേക്ക് ഇടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇങ്ങനെ ഉള്ളൊക്കെ ഇങ്ങനെ പൊട്ടി വരും. പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ടകൾ ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ പഞ്ചസാര ലൈനി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടുക. അതിനുശേഷം ഏലക്കായൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചില ആൾക്കാർ ആ കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുങ്കുമപ്പൂ ഇടും. അത് എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ ഫുഡ് കളറാണ് ചേർത്തത്. ഞാൻ ടൈഗർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഓറഞ്ച് റെഡ് അതാണ് കേട്ടോ ചേർത്തത്. അത് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് കുറുകണം, പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ നിന്നില്ല, പക്ഷെ അത്യാവശ്യം കുറുകിയിട്ടുണ്ട്. അങ്ങനെ ആക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി എടുക്കുക, അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഉണ്ടകൾ എടുത്തിട്ട് അതിലേക്ക് ഇടാം. നന്നായിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിയിൽ ഒട്ടിപ്പിടിക്കാതെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് ശേഷം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ കോരിയെടുത്താൽ മതി. അതിന് ശേഷം നമ്മളൊരു സിമ്മിലാക്കി നമ്മൾ ഇത് കണ്ടില്ലേ, ഞാനിപ്പം വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരെ എടുത്തിട്ട് ആ ഒരു പഞ്ചസാര ലൈനിലേക്കാണ് ഇട്ടതിന് ശേഷം അത് കുറച്ച് മുങ്ങി നിൽക്കണം കേട്ടോ, എന്നാലേ അത് സോഫ്റ്റായി വരുള്ളൂ. നമ്മൾ ഉണ്ടാക്കിയ ഗുലാബ് ജാമുന് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇത് ഒരു 4 മണിക്കൂറെങ്കിലും ആ ഒരു പഞ്ചസാര ലൈനിൽ ഇട്ട് വെക്കണം, അപ്പോഴേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ. ഷുഗർ സിറപ്പൊക്കെ ഉള്ളിലോട്ട് പിടിച്ചിട്ട് നന്നായി വരുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഈ ഒരു ഷുഗർ സിറപ്പിൽ ഒരു 2 മണിക്കൂർ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും നമ്മൾ ഇട്ട് വെക്കണം. അപ്പോൾ എനിക്കതിന് അതായത് ക്ഷമയൊന്നും ഇല്ലായിരുന്നു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ച ഗുലാബ് ജാമുൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.